വലുതാക്കിയ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈരാറ്റുപേട്ടക്കാരനാണ് അല്ലേ? ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും തുടക്കം കുറിച്ച് ഒരു വലിയ സംരംഭം ഇന്ന് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അജ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഓവർ ടു യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേദിയിൽ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അജ്മിയുടെ ബ്രാൻഡ് സ്റ്റോറി പറയുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. അജ്മിയുടെ ബ്രാൻഡ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1994 ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡാണ് അജ്മി. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അജ്മി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വേറൊരു ബിസിനസ്സിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇന്നേ കാലം വരെ നമ്മൾ ഈ അജ്മി എന്ന ബ്രാൻഡുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അജ്മി 94 സ്റ്റാർട്ട് ചെയ്യുമ്പം വളരെ ചെറിയ ഒരു സൈക്കിളുമേൽ സെയിൽ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് തുടങ്ങുന്നത്. ആ സ്റ്റേജിൽ നിന്നും അജ്മി എന്നൊരു ബ്രാൻഡിലേക്ക് വരുന്നത് തന്നെ നിങ്ങളെപ്പോലുള്ള ഒരു ഡീലേഴ്സ് ഈ പ്രൊഡക്റ്റിനൊരു പേരുണ്ടെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞ രീതിയിൽ നമ്മളോട് പറയുകയും അങ്ങനെ വീട്ടിൽ വന്നിരുന്നിട്ട് വൈകുന്നേരം ഉപ്പയും ഉമ്മയും ഞങ്ങൾ 4 കുട്ടികളും കൂടെ ഇരുന്ന് ആലോചിച്ച് ഒരു കുറേ പേരുകൾ പറഞ്ഞു. അതിലൊരു പേരാണ് അജ്മി. ആ അജ്മി അന്ന് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല രീതിയിൽ സെയിൽ ചെയ്യണം, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ എത്തിക്കണം, തൊട്ടടുത്തുള്ള ബ്രാൻഡ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകണം. ആ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഈ ബ്രാൻഡിനെ കൊണ്ടുപോയത്. ഒരു പക്ഷേ ഞാനിന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ആദ്യകാലങ്ങളിൽ അജ്മിക്ക് ഓർഡർ തന്നുകൊണ്ടിരുന്നത് തന്നെ 94 കേസാണ് പറയുന്നത്. 94, 95 അജ്മിയിലേക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് 10 പൈസയുടെ കാർഡിൽ ഇത്ര കിലോ സാധനം, 10 കിലോ പുട്ടുപൊടി, 10 കിലോ അരിപ്പൊടി അങ്ങനെ വേണമെന്ന് തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷോപ്പുകളിലെ ആളുകൾ കമ്പനിയിലേക്ക്, കമ്പനി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പനിയാണ്, ആ കമ്പനിയിലേക്ക് നമുക്ക് കാർഡായിട്ട് അയച്ചു തരും. ആ കാർഡ് കിട്ടുമ്പോൾ 3 ദിവസം കഴിയും. അത് കഴിഞ്ഞിട്ടാണ് ആ സാധനം മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് ഫോണില്ല, അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബ്രാൻഡിലേക്ക് വരുന്നത് തന്നെ കസ്റ്റമേഴ്സ് മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ മാത്രമാണ്. ഈ ഓരോ ആളുകളും ഇന്ന പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ അജ്മി എന്ന ബ്രാൻഡ്, അതായത് 2015 വരെ യാതൊരു സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഇല്ലാതെയാണ് വന്നത്. മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ മാത്രം വന്ന ഒരു ബ്രാൻഡാണ്. 2015 ശേഷമാണ് നമ്മൾ ഈ ബ്രാൻഡിന് ഭാവന ബ്രാൻഡ് അംബാസഡറായി വരുന്നതും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയതും. അന്ന് കമ്പനി ഒരു അത്യാവശ്യം ഗ്രോയിൽ എത്തുന്ന സമയവുമാണത്. ആ ബ്രാൻഡ് ഞങ്ങൾ ഉപ്പയും 3 കുട്ടികളുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ 3 ആളുകളും ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ ബ്രാൻഡ് ജീവശ്വാസമായി തന്നെ കൊണ്ട് നടക്കുകയാണ്. ഇന്ന് നാളെ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ എന്നും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ കേരളത്തിലും ഇൻ്റർനാഷണലിലുമായിട്ട് നമുക്ക് 20ഓളം രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. 200 ടണ്ണാണ് പെർ ഡേ പ്രൊഡക്ഷൻ ഇപ്പം കമ്പനിക്കുള്ളത്. ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും 300 കോടി ടേൺ ഓവർ എടുക്കുന്ന കേരളത്തിലെ നമ്പർ 1 ഫുഡ് ബ്രാൻഡായി നമുക്ക് ഉയർത്താൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഏതൊരു വ്യക്തിക്കും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടാവുക, ആ ദീർഘവീക്ഷണത്തിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുക. ആർക്കും വിജയം നമുക്ക് ഉറപ്പാണ്. അജ്മിയുടെ ഏറ്റവും വലിയ രഹസ്യം അതിൻ്റെ ക്വാളിറ്റി ഒന്നാണ്. ക്വാളിറ്റിയും ബ്രാൻഡിങ്ങും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ന് കേരളത്തിൽ 150ഓളം വെഹിക്കിളുകളിൽ 15ഓളം വലിയ ട്രക്കുകളും, അതിൻ്റെ അകത്ത് കേരളത്തിലാകെ നമ്മൾ വോൾവോയുടെ ഒരേ ഒരു ട്രക്ക് ഓടുന്നുള്ളൂ, അത് അജ്മിയുടെയാണ്. അടുത്ത ഒരു 2 വർഷം കൊണ്ട് കമ്പനി 500 കോടി ടേൺ ഓവർ എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഈ ബ്രാൻഡ് ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാക്കിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.